സാർ, ലോകത്താദ്യമായി ഫൈബർ ഒപ്റ്റിക് ഡ്രോൺ റഷ്യ ഉക്രൈനിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? റഷ്യ ഉക്രൈനിൽ ഈ ഫൈബർ ഓപ്റ്റിക്സ് ഡ്രോൺ പ്രയോഗിച്ചു എന്നുള്ള വിവരം ശരിക്കും ഈ പ്രതിരോധ വൃത്തങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം വളരെ നേരിയ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ഈ ഡ്രോണുകളിൽ കാണുന്നുണ്ട്, ചിത്രങ്ങളിലൊക്കെ കാണാം. പലതരത്തിലുള്ള ഡ്രോണുകൾ അല്ലേ, UAVs, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറയും, ആളില്ലാത്ത വിമാനങ്ങൾ പല തരത്തിലുണ്ട്. പക്ഷെ ഫൈബർ ഓപ്റ്റിക്സ് ഒരു ഡ്രോൺ, ആ കണക്ഷൻസും കേബിളുകളൊക്കെ ഉള്ളത് ആദ്യമായിട്ടാണ്. ഇത് കീവ് ഇൻഡിപെൻഡൻറ്റ് പത്രം, കീവ് എന്ന് പറയുന്നത് യുക്രൈൻ്റെ തലസ്ഥാനം. അപ്പോൾ കീവ് ഇൻഡിപെൻഡൻറ്റ് പത്രം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫൈബർ ഓപ്റ്റിക്സ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺസ്, അതായത് FPV ഡ്രോൺസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഫസ്റ്റ് പേഴ്സൺ ഡ്രോൺസ് എന്ന്. ദ വാർ സോൺ എന്ന് പറഞ്ഞ ഈ പ്രതിരോധ ജേർണലിൽ പറയുന്നത് കഴിഞ്ഞ കൊല്ലം 2024 വസന്തകാലത്ത് ആണ് ഇത് പണിത് ശരിയാക്കി എടുത്തത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റേ ഡ്രോണുകളിൽ നിന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൾട്രാ തിൻ ഗ്ലാസ് കേബിളുകൾ വഴി, വളരെ നേരിയ കേബിളുകൾ, ഫൈബർ ഓപ്റ്റിക്സ് കേബിളുകൾ വഴിയാണ് ഇതിൻ്റെ നിയന്ത്രണം, നാവിഗേഷൻ, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻസ്, ഇതിൻ്റെ കേന്ദ്രവുമായിട്ടുള്ള താഴെയുള്ള കേന്ദ്രവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ നടത്തുന്നത്. മറ്റേതിൽ ഈ തരംഗങ്ങൾ വഴിയാണ്, റേഡിയോ തരംഗങ്ങൾ വഴിയാണ് സാധാരണ ഡ്രോണുകളിൽ ചെയ്യുന്നത്. ഇതിൽ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ വഴിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഡ്രോണുകളിൽ റേഡിയോ തരംഗങ്ങൾ വഴി ഓപ്പറേറ്ററുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കും, കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഫൈബർ ഓപ്റ്റിക്സ് ആവുമ്പോൾ മറ്റ് ചാര സംവിധാനങ്ങൾക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. റേഡിയോ തരംഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഫൈബർ ഓപ്റ്റിക്സ് വഴി ആശയവിനിമയം നടക്കുന്നത് കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. ചെലവ് വളരെ കുറവാണ്. യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. $1200 ഇതിൻ്റെ കാര്യം തീരും. 1 ലക്ഷം രൂപ ഏതാണ്ട് ഇത്രേ ഇതിന് വരുള്ളൂ. 15 മുതൽ 30 കിലോമീറ്റർ വരെ ഇതിന് ഒറ്റയടിക്ക് സഞ്ചരിക്കുകയും ചെയ്യാം, റേഞ്ച് ഉണ്ട്. വാഷിങ്ടൺ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും ഇതിൻ്റെ വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത് ഇത് വളരെ ചെറുതാണ്, ഇലക്ട്രോണിക്കലി ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിനെ കണ്ടുപിടിച്ച് ആക്രമിക്കാനൊന്നും പറ്റില്ല ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്ക്, ഈ കേബിളുകൾ വഴി ആയതുകൊണ്ട്, ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ആയതുകൊണ്ട്. കേബിൾ വഴിയാണ് വീഡിയോ, പിന്നെ കൺട്രോൾ സിഗ്നല്, ഈ വക കാര്യങ്ങളൊക്കെ ഡ്രോണിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വീഡിയോകൾ ഓപ്പറേറ്റർക്ക് അയക്കുന്നത്, കൺട്രോൾ സിഗ്നലുകളും ഒക്കെ ഡ്രോണിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഫൈബർ ഓപ്റ്റിക് കേബിൾ വഴിയാണ്, റേഡിയോ ഫ്രീക്വൻസി അല്ല. അതുകൊണ്ട് ഇതിനെ ജാം ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ സംവിധാനങ്ങൾ റേഡിയോ ഫ്രീക്വൻസിയൊക്കെ ജാം ചെയ്യാമല്ലോ, ഇത് ഫൈബർ ഓപ്റ്റിക്സ് വഴി അയച്ചു പോകുന്നത് കൊണ്ട് ജാം ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഈ ഡ്രോണിന് നല്ല ക്വാളിറ്റി, ഇതിൻ്റെ ഫുട്ടേജ് ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന്, ചിത്രമൊക്കെ വരുന്നത് ഇതിൽ നിന്ന് നല്ല ക്വാളിറ്റികളാണ്, ഫൈബർ ഓപ്റ്റിക്സ് വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലർഡ് ഒന്നും ആയിരിക്കില്ല, നല്ല ക്ലാരിറ്റിയുള്ള വിഷ്വലും കൃത്യതയും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫിനും ദൈർഘ്യമുണ്ട്, ബാറ്ററി കുറെ കാലം നിന്നോളും. വനം, തെരുവ്, ഇതിൻ്റെ വനത്തിൻ്റെയൊക്കെ ഉള്ളിൽ കയറാം. ഇതിന് ഉള്ളിൽ കയറിയൊക്കെ ഓപ്പറേറ്ററുമായിട്ടുള്ള ബന്ധം വിടാതെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക്, കെട്ടിടങ്ങളുടെ ഉള്ളിലേക്ക് ഒക്കെ പോയി ചിത്രങ്ങളൊക്കെ എടുത്ത് അല്ലെങ്കിൽ ലക്ഷ്യം സാധിച്ചിട്ട് ഉള്ളിലേക്കും കയറാം. അതാണ് പറയുന്നത്. വലിയ ഷെഡുകൾ, ഹാങ്ങറുകളൊക്കെ ഇല്ലേ, വിമാനമൊക്കെ ഇടുന്നത് ഹാങ്ങറുകൾ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ പറ്റും. ഉക്രൈനിലെ പല പൊസിഷനുകളിലും ഇത് കയറിയിട്ടുണ്ട്. സപ്ലൈ ലൈൻസും ഒക്കെ കണ്ടെത്തിയിട്ട് റഷ്യ ഈ സപ്ലൈ ലൈനുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്.
കണ്ടെത്തിയിട്ട്. അപ്പോൾ ഇപ്പോൾ യുക്രൈന് വലിയ ശല്യമാണ് ഈ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭീകരവാദികളെയൊക്കെ പോയി അവിടെ കണ്ടെത്താൻ പറ്റും. പാകിസ്ഥാൻ റഷ്യയോട് ചോദിച്ചാൽ തരുമല്ലോ. അപ്പോൾ യുക്രൈൻ പൊസിഷനുകൾ സപ്ലൈ സൈന്യങ്ങൾ ഇവിടെ നിൽക്കണു, സപ്ലൈ ചെയിനുകൾ, മരുന്ന്, ഭക്ഷണം തുടങ്ങിയ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കില്ല, ആയുധങ്ങൾ, അതൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഈ ഡ്രോണുകളിലോണ്ട് റഷ്യക്ക് എളുപ്പം കഴിയുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുക്രൈനിൽ ഒരു രക്ഷയില്ല, യുക്രൈൻ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണ ഡ്രോണുകളെക്കാൾ താഴ്ന്നതിന് പറക്കാൻ പറ്റും. വീടിൻ്റെ അകത്തുമൊക്കെ പോയി ടാർഗറ്റുകളൊക്കെ ഇപ്പം മറ്റേ യാഹിയ സിൻവറിനെ പോലുള്ള ആളുകളൊക്കെ ടണലിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കുമല്ലോ, അതൊക്കെ കണ്ടെത്തുക ഒക്കെ ചെയ്യാം. പക്ഷേ എന്നിട്ട് തമാശയ്ക്ക് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ യുക്രൈനിലെ ഭടന്മാരൊക്കെ കത്രികകൾ കൊണ്ട് നടക്കേണ്ട ഗതികേടായി, കാരണം കേബിൾ കട്ട് ചെയ്യണം എന്ന് തമാശയ്ക്ക് പറയുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇരുട്ടുള്ള ഈ ബങ്കറിനകത്തൊക്കെ കയറുമ്പം ഇത് ഫുട്ടേജ് എടുക്കുന്നതിന് വേണ്ടി ആ സമയത്ത് അത് ലൈറ്റിംഗ് സംവിധാനം ഉണ്ടാവാം അതിനകത്തുണ്ട്. കുർസ്ക് ഉണ്ടല്ലോ യുക്രൈനിൽ, കുർസ്ക് നഗരത്തില് വളരെ ഭീകരമായിട്ടാണ് ഈ ഡ്രോണുകൾ സേവനം ചെയ്യുന്നത്. യുക്രൈൻ്റെ മൊത്തം ലോജിസ്റ്റിക്സ് ഉണ്ടല്ലോ, ആയുധം വരുന്നു അല്ലേ, ഭക്ഷണം വരുന്നു, ആ ലോജിസ്റ്റിക്സ് ഒക്കെ തകർക്കാനായിട്ട് വലിയ സഹായം ഈ ഡ്രോണുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ പല ഈ ഭക്ഷണ വസ്തുക്കൾ, ആയുധങ്ങൾ, ഇതൊക്കെ അതിൻ്റെ സപ്ലൈ ചെയിനുകളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ മാത്രമല്ല, കർസ്കിൽ മാത്രമല്ല, ഡോണറ്റ്സ്കില്, റോഡിൻസ്കെ അവിടെയും ഇത് വലിയ ശല്യമായിട്ടുണ്ട്. മണിക്കൂറുകൾ ഇതിന് ഒരേ സ്ഥലത്ത് തന്നെ പറക്കാൻ പറ്റുന്നുണ്ട്. അവസരം കാത്ത് ഇത് ഇങ്ങനെ ഒരു വീടിൻ്റെ ഉള്ളിൽ ആളൊക്കെ ഉണ്ടെങ്കിൽ കയറുന്നുണ്ട്, ഇല്ലാവില്ല, മണിക്കൂറുകൾ അവസരം കാത്ത് ആരും ഇല്ലാത്ത സമയത്തൊക്കെ കയറാവുന്ന വിധത്തിലൊക്കെ മണിക്കൂറുകൾ പമ്മി പുറത്ത് നിൽക്കും എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ 10 ഡ്രോണുകൾ ഉണ്ടെങ്കിൽ റഷ്യയുടെ അതിൽ ഒരെണ്ണം ഫൈബർ ഓപ്റ്റിക് ഡ്രോൺ ആണെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വില കുറഞ്ഞ അല്ലെങ്കിൽ ഇത്രയധികം ശേഷിയുള്ള പല കാര്യങ്ങളും കണ്ടെത്താനും അത് കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള ഇതാണ്. ഇത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നൊരു വേള കൂടിയാണല്ലോ. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇത് നേടിയെടുക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ഇന്ത്യ ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ട് റിപ്പോർട്ടുകളിൽ ഇല്ല. നമ്മൾ പ്രധാനമായിട്ടും S-400-ന്റെ 2 എണ്ണം കൂടി വരാനുണ്ട്. പിന്നെ S-500 എന്ന് പറഞ്ഞിട്ടൊരു പ്രൊമിത്യൂസ് എന്ന് പറഞ്ഞ അടുത്ത വേർഷൻ S-400-ന്റെ അതും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വിമാനം, പുതിയ ഓപ്ഷൻ വിമാനം, അതെ, SU പുതിയ വേർഷൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദോവൽ അവിടെ പോകാനിരുന്നതാണ് ഒരു രാജ്യാന്തര ഉച്ചകോടിക്ക്. അദ്ദേഹത്തിന് ഫ്ലൂ വന്നിട്ട് അദ്ദേഹം പോയില്ല ഇതിന്റെ ചർച്ചകൾക്കും ഒക്കെ. ഈ ഡ്രോണുകളുടെ വിവരം ഇപ്പോഴാണല്ലോ വരുന്നത്, വിലയും കുറവാണ്, വാങ്ങിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അവരിത് ഈ സൂകരപ്രസവം പോലെ അല്ലേ, പന്നി പെറ്റുകൂട്ടുന്നത് പോലെ ഈ ഡ്രോൺ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ, ചെലവില്ലല്ലോ. മറ്റേ മിസൈൽ സിസ്റ്റംസിന്റെ പോലെ കോടിക്കണക്കിന് രൂപയുടെ പ്രശ്നമൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. 1000 കോടി, 2000 കോടി, 3000 കോടിയുടെ പ്രശ്നമൊന്നുമില്ല, 1 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, എത്ര ചോദിച്ചാലും കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളിത് ഇപ്പൊ പലതും സ്വകാര്യ മേഖലയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, ആയുധം ഉണ്ടാക്കുന്ന പരിപാടി. ഇത് നമ്മൾ സ്വകാര്യ മേഖലയോട് അവിടെ നിന്ന് കുറച്ച് ഡ്രോൺ മേടിച്ചിട്ട് ഇതിവിടെ ഉണ്ടാക്കാൻ പറയുന്നതായിരിക്കുമല്ലോ സുഖമുള്ള പരിപാടി. ഫൈബർ ഓപ്റ്റിക്സ് കേബിളുകൾ ഉള്ള ഡ്രോണുകൾ, ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ഉള്ള ഫൈബർ ഓപ്റ്റിക് ഡ്രോണുകൾ ഇന്ത്യക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു സാങ്കേതിക വിദ്യയുടെ പ്രശ്നമൊന്നും അതിലുണ്ടാകും തോന്നുന്നില്ല. പക്ഷെ എന്താണ്, ആശയമാണ് പ്രധാനം. അങ്ങനെ ഒരു ആശയം തോന്നി, അതിന് റഷ്യ ആളുകൾ സമ്മതിക്കുന്നുണ്ട്. ചൈന പാകിസ്ഥാന് ഇത്തരത്തിൽ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുമ്പോൾ ഇന്ത്യ അത്തരം ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടി ധാരാളം നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, അതിന് പുറമെ ടാറ്റ, സ്വകാര്യ മേഖലയിൽ ടാറ്റ, അദാനി സിസ്റ്റംസ്, ഇങ്ങനെ സ്വകാര്യ മേഖലയിൽ ധാരാളം പ്ലെയറുകൾ ഉണ്ട്. നമ്മളിപ്പോൾ പല ഡ്രോണുകളും ഉണ്ടാക്കുന്നത് നാഗ്പൂരിലും പൂനെയിലും മൈസൂരിലും ഒക്കെയുള്ള കമ്പനികളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ കമ്പനികൾക്ക്
ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ പെടുത്തി നമ്മൾ ഉണ്ടാക്കുന്നത് ആലോചിക്കാവുന്നതാണ്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.